UDF സ്ഥാനാർത്ഥി നിലമ്പൂരിലെ UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത് തൃശൂരിലെ മുരളി മന്ദിരത്തിൽ കരുണാകരൻ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്താനായി എത്തിയിരിക്കുകയാണ്. ആ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ജെയ്സൺ ചമവളപ്പിലുണ്ട് വിശദാംശങ്ങൾ നൽകാൻ. ജെയ്സൺ, സ്മൃതി മണ്ഡപത്തിൽ ഇപ്പോൾ പുഷ്പാർച്ചന നടത്താൻ ആര്യാടൻ ഷൗക്കത്ത് എത്തിയിരിക്കുകയാണ്. വിശദാംശങ്ങൾ. ശ്രുതി, ഇപ്പോൾ കെ കരുണാകരൻ്റെ സ്മൃതി മണ്ഡപത്തിലേക്ക് ഇപ്പോൾ ആര്യാടൻ ഷൗക്കത്ത് എത്തിയിരിക്കുന്നു. പുഷ്പാർച്ചന നടക്കുകയാണ്. ജില്ലയിലെ DCCയുടെ പ്രസിഡന്റ്, അതുപോലെ തന്നെ UDF കൺവീനർ, ജില്ലാ കൺവീനർ ഉൾപ്പെടെ നിരവധി നേതാക്കളുടെ സാന്നിധ്യത്തിലാണ് ഇപ്പോൾ പുഷ്പാർച്ചന നടക്കുന്നത്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് കാണാം. ആര്യാടൻ ഷൗക്കത്ത് നേരത്തെ തന്നെ എത്തിയിരിക്കുന്നു. കാരണം ഇന്ന് 10:00 നിലമ്പൂരിലെത്തി നാമനിർദ്ദേശ പത്രിക നൽകണം. അതുകൊണ്ട് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേതാവിൻ്റെ സ്മൃതി മണ്ഡപത്തിലെത്തി അനുഗ്രഹം തേടാൻ വേണ്ടി എത്തിയിരിക്കുന്നു. കഴിഞ്ഞ ദിവസം ഉമ്മൻചാണ്ടിയുടെ സ്മൃതി മണ്ഡപത്തിലേക്ക് പോയിരുന്നു. അതിനുശേഷം ഇപ്പോൾ കെ കരുണാകരൻ്റെ സ്മൃതി മണ്ഡപത്തിലെത്തിയിരിക്കും. നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാവുന്നതാണ്. നേതാക്കളുണ്ട്. ജില്ലയിലെ നേതാക്കളുടെ സാന്നിധ്യത്തിലാണ് ഇപ്പോൾ പുഷ്പാർച്ചന പുരോഗമിക്കുന്നത്. അപ്പുറത്ത് കല്യാണിക്കുട്ടിയമ്മയുടെയും, അതായത് കെ കരുണാകരൻ്റെ പത്നിയുടെയും സ്മൃതി മണ്ഡപം അവിടെയും പുഷ്പാർച്ചനയ്ക്കായിട്ട് ഒരുക്കിയിട്ട് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാം. നേരത്തെ തന്നെ എത്തുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട, കാരണം ഇന്ന് 11 മണിയോടുകൂടിയാണ് നാമനിർദ്ദേശ പത്രിക നൽകാൻ തീരുമാനിച്ചിരിക്കുന്നത്. അതിനു മുൻപ് ഇവിടെ നിന്ന് തിരിച്ച് നിലമ്പൂരിലേക്ക് എത്താൻ നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് കാണാം. ആര്യാടൻ ഷൗക്കത്തുണ്ട്, അതുപോലെ തന്നെ DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ്, UDF ജില്ലാ കൺവീനർ TV ചന്ദ്രമോഹൻ, മുൻ MLA MP വിൻസെൻ്റ് തുടങ്ങി നേതാക്കൾ എല്ലാം തന്നെ ഇപ്പോൾ പൂങ്കുന്നത്തെ മുരളി മന്ദിരത്തിൽ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ പുഷ്പാർച്ചന നടപടികൾ പുരോഗമിക്കുകയാണ്. ഇപ്പോൾ കല്യാണിക്കുട്ടിയമ്മയുടെ, അതായത് കെ കരുണാകരൻ്റെ പത്നി കല്യാണിക്കുട്ടിയമ്മയുടെ സ്മൃതി മണ്ഡപത്തിൽ ഇപ്പോൾ പുഷ്പാർച്ചന നടത്തുകയാണ് ആര്യാടൻ ഷൗക്കത്ത്. ഇന്നലെ രാത്രി തന്നെ ഇവിടേക്ക് എത്തിയിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. രാമാലയത്തിലായിരുന്നു ആര്യാടൻ ഷൗക്കത്ത് ഉണ്ടായിരുന്നത്. അതിനുശേഷം ഇന്ന് രാവിലെ 6 മണിക്ക് പറഞ്ഞ സമയത്ത് തന്നെ എത്തി പുഷ്പാർച്ചന നടത്തി. ഇപ്പോൾ കല്യാണിക്കുട്ടിയമ്മയുടെ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടക്കുന്നു. കേരളത്തിൽ ഏതൊക്കെ തിരഞ്ഞെടുപ്പുകളുണ്ടോ അവിടെയെല്ലാം തിരഞ്ഞെടുപ്പിന് മുൻപ് ഒട്ടുമിക്ക സ്ഥാനാർത്ഥികളും കെ കരുണാകരൻ സ്മൃതി മണ്ഡപത്തിൽ എത്തുക എന്നത് ഇപ്പോൾ പുഷ്പാർച്ചന പൂർത്തിയായിരിക്കുന്നു. അപ്പോൾ നമുക്ക് അദ്ദേഹത്തോട് പ്രതികരണം തേടാം.